വിണ്ണിൻ ശലഭങ്ങൾ സ്നേഹാർദ്രമായി വന്നെത്തുമോ, ആത്മാവിലും പുണ്യം നൽകി മനസ്സെന്നും മലർവാടിയാകാനായി. നമസ്കാരം. ചൂടേറിയ പ്രശ്നങ്ങളുള്ള മനസ്സുകളെ തണുപ്പുള്ള മഞ്ഞിന്റെ നൈർമല്യമുള്ളതാക്കുന്ന മനസ്സൊരു മലർവാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മനസ്സ് ഒരു മലർവാടിയിലൂടെ ഞങ്ങൾ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അറിവിൻ്റെ സന്ദേശവാഹകരാകുന്നു. കലുഷിതമായ മനസ്സുകൾക്ക് സമാശ്വാസം നൽകുന്നു എന്ന വിശ്വാസത്തോടെ മനസ്സൊരു മലർവാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ആരംഭിക്കാം. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗുഡ്നസ് കൂട്ടായ്മയിലെ അംഗങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. എന്താ ഒരു ഉഷാറില്ലാണ്ടിരിക്കണേ? ഒരു ഉഷാർ, ഒരു ഉണർവുണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു പറയുന്നതിനൊന്നൊരു ഉണർവുണ്ടാക്കിയ പോരെ, ഒരു പാട്ടങ്ങോട്ട് തുടങ്ങാം. റെഡിയല്ലേ? ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിയിടുവാൻ. ദേശമെല്ലാം ഉണർന്നിടുവാൻ, യേശുവിനെ ഉയർത്തിയിടുവാൻ. ആശിഷമാരി അയക്കേണമേ ഈ ശിഷ്യരാം നിന്ദാസരിന്മേ. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. നാഥ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ, അനുഗ്രഹിക്കൂ. ശരിക്കും ഉണർവിൻ വരം ലഭിപ്പാൻ അല്ലേ? ഉണർവായി, ശരിക്കും ആയി. നമ്മുടെ പ്രേക്ഷകരെയും ഒന്ന് ഉണർന്നിട്ടുണ്ടാവും. എല്ലാവരും അലർട്ടായി. ഒരു ദൈവസ്തുതി പാടി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? അതെ. ഓക്കെ. പക്ഷെ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു സങ്കടം ഉണ്ടെന്ന്. എന്താണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ഒരാളെ കണ്ടു. ഭർത്താവിനെ?
ഭർത്താവിനെയൊന്നുമല്ല. ഒരാള് ആകെ മുടിയൊക്കെ എന്തോ ഒരു പോലെയൊക്കെ ആക്കി ഡ്രസ്സൊക്കെ ഇതാക്കി എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്. കുറെ ആളുകൾ അവരെ ചീത്ത പറയുന്നുണ്ട്. അപ്പൊ ഇവര് കല്ലെടുത്തെറിയും. അപ്പൊ അവര് എന്താ പറയാ കല്ലും സാധനമൊക്കെ എടുത്ത് ഇയാൾ എറിഞ്ഞ് ഓടിപ്പിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം. എനിക്ക് തോന്നുന്നു ചിത്തഭ്രമം എന്ന് പറയില്ലേ നമ്മള്. പക്ഷെ ഇയാള് നല്ലൊരു കലാകാരനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടാ. കാരണം അവിടെ ഇരുന്നൊരു കല്ലൊക്കെ എടുത്തിട്ട് അയാൾ അവിടെ ചുമരിലൊക്കെ നല്ല നല്ല പടങ്ങളൊക്കെ ഇങ്ങനെ വരച്ചു വെക്കുന്നുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട് ഇങ്ങനെ. അത് ചിത്തഭ്രമം അല്ല, ചിത്രഭ്രമം എന്ന് പറയും. പടം വരയ്ക്കാനുള്ള ഒരു ത്വര അതാണ്. അല്ല ഇത് പക്ഷെ അയാള് എന്താ പറയാ നമുക്ക് സങ്കടം തോന്നുന്നു വെച്ചാൽ ബുദ്ധി ഇല്ലാത്തോണ്ടല്ല, അവരുടെ മനസ്സിനത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കാണുന്നവരാണ് മനസ്സിലാക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ആളുകളായിരിക്കില്ല നമ്മൾ പറയുന്നു. കാരണം ആരാണ് നോർമൽ എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെ അറിയാൻ പാടില്ല. അയാളുടെ ആംഗിളിൽ നോക്കുമ്പോ അയാൾ പക്ക നോക്കുമ്പോ തോന്നാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ വർക്കിനെ വിളിക്കാലോ. വർക്കിച്ചേട്ടൻ ഇപ്പൊ ഫുൾ ടൈം ഫോണിലാണ്. ആലോചിച്ച് ചെയ്യുന്ന കേസല്ലേ കേട്ടാ. എന്താണ് കാലത്തന്നെ ഞാനേ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങിയാലൊക്കെ. വളരെ നല്ലതാണ്. സൈഡായിട്ടൊരു ബിസിനസ് എപ്പോഴും ഉള്ള നല്ലതാണ്. ഇവിടെ നല്ലൊരു സെക്യൂരിറ്റിയും കിട്ടും. സൈഡായിട്ടല്ല, മെയിൻ ആയിട്ട് തന്നെ. അപ്പൊ ഇങ്ങോട്ടൊന്നേ, അല്ല ഞാനേ ഉപദേശിക്കാന്ന് ചോദിക്കരുത്. ബിസിനസ് ഇപ്പോഴത്തെ കാലത്ത് പറ്റിയതല്ല. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം തകർന്ന് പാളീസായിട്ടിരിക്കണം. അതുകൊണ്ട് ഇപ്പം അത് വേണ്ട എന്നാണ് എൻ്റെ ഒരു ഉപദേശം. നല്ല സുഖമായിട്ട് ജീവിച്ചു പോകുന്നില്ലേ, ഒരു പണി കൊടുക്കാണ്ട് ഇവിടെ ഇരിക്കുകയും ചെയ്യാം. അല്ല അത് ശരിയാണ്. പക്ഷെ അതല്ല, ഞാൻ എന്നാലും ആലോചിക്കാം, ഈ ഒരു സൂപ്പർ മാർക്കറ്റ് ആയിട്ടൊക്കെ തുടങ്ങിയാലോ. സൂപ്പർ മാർക്കറ്റ് ഒരു രക്ഷയില്ല മോനെ. ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഞങ്ങളുടെ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് വരെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല, കുത്തുവളെടുത്തിരിക്കും. ശരിയാണ്. ഇപ്പൊ ഈ പറഞ്ഞതിലൊരു ഇതുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഒരു മനസ്സിൽ ഒരു തട്ടുകട ഞാൻ ഇടാനുള്ള ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. തട്ടുകടയൊക്കെ ചാബറ് പോലെ തട്ടെടുക്കണം. ഒരു തട്ടട ഇട്ടിട്ട് അപ്പുറത്ത് തന്നെ വേറെ ആൾ അപ്പൊ തന്നെ വേറെ തട്ടിടും. അങ്ങനെ അടുത്ത ആൾ വരും. അങ്ങനെ തട്ടട ഇട്ടിട്ട് പിന്നെ തട്ടുകട മുട്ടിട്ട് നടക്കാൻ പറ്റാണ്ടാവും. അതും പ്രശ്നമാണല്ലേ? അതും പ്രശ്നമാണ്. ശരിക്കും ശരിയാണത്. ശരിക്കും ഇപ്പൊ ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ അങ്കിൾ ഉണ്ടല്ലോ, ജോസങ്കിള്. നമ്മുടെ ജോസേട്ടൻ ബിസിനസ് പറയാൻ തുടങ്ങിയതല്ലേ മുമ്പ്. ആളുടെ എന്തോ ബന്ധുക്കാരൊക്കെ ആയിട്ട് തുടങ്ങിയതാ നമ്മുടെ ജോസേട്ടനാ. എന്നിട്ട് പറയണ്ട, കുത്തുപാടെടുത്തതല്ലേ പുള്ളി. ആകെ പൊളിഞ്ഞ് പാളി. നമ്മളോട് പറഞ്ഞിട്ടില്ല. ഞാനും പറയില്ല. ഞാൻ അങ്ങനെ ആളെ പറ്റിട്ട് അങ്ങനെ ഒന്നും പറയൊന്നുമില്ല. ആള് ഭയങ്കര മോശക്കാരനാണ്. പക്ഷെ ഞാൻ പറയുക, അങ്ങനെ എന്റെ അങ്കിളല്ലേ, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, ആരോടും പറയാൻ പാടില്ല. നമ്മള് അങ്കിളാണ്, അപ്പൊ നമ്മൾ പറയാൻ പാടില്ല. എന്ത് മനുഷ്യനാണെന്നറിയോ? പക്ഷെ അത് പറയാൻ പാടില്ല, നമ്മള് ഒരാളോടും പറയാൻ പാടില്ല. ശരിക്കും പറഞ്ഞ വർക്ക് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും റിസ്ക് ആണ്. അതാണ് റിസ്ക്. നല്ല കച്ചവടമായിരിക്കും. ഇപ്പൊ വീട്ടിലുള്ളവർക്ക് വല്ല റിസ്ക് മുക്കിയിട്ട് ചായയിലും ഇങ്ങനെ മുക്കി കഴിക്കുന്ന ഒരു ബിസിനസ് അടിപൊളി. ഇതിങ്ങനത്തെ റിസ്ക് അല്ല, പനി വരുമ്പോ തന്നെ റിസ്കിന്റെ കാര്യമല്ല പറഞ്ഞ ബുദ്ധിമുട്ടാണ്. ഒരുപാട് പ്രശ്നങ്ങളാണ്. എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെറുതെ ഇരുന്ന് പൈസ മേടിക്കണ്ടല്ലോ ഇവിടെ. ഇനി എന്തിനാ വെറുതെ ഒന്നും ചെയ്തില്ല, വെറുതെ ഫോൺ ചെയ്തിരിക്കാനായിട്ട് എന്ത് സുഖ. അവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അവിടെ വന്നിട്ടുണ്ടേ. ആ വന്ന കാര്യങ്ങള് അവര് ഭയങ്കര കാര്യം, അവരുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ തന്നെ തുടങ്ങിയ കൗൺസിലിംഗ്. അല്ല, ഞാനിപ്പോ ഇവിടെ വന്നൊക്കെ പഠിച്ചില്ലേ, ഏട്ടക്ക് ഞാൻ അവിടെ ക്ലാസ് എടുക്കണ്ടാ. വേറെ ആൾക്കാർ കുറെ ആൾക്കാർ തിരിച്ചു പോകണ്ട, അവരെങ്ങോട്ട് കടത്തി വിട്ടെ. അവിടെ ക്ലാസ് ഒന്നും എടുക്കണ്ട. ക്ലാസ് എടുക്കാനായിട്ട് ജോർജ് അച്ഛനുണ്ട്. പുള്ളി അവിടെ എല്ലാത്തിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. അതൊന്നും പേടിക്കണ്ട. എല്ലാം ഇവിടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാവരേ. ഇനിയിപ്പോ ഇവിടെ എല്ലാ കാര്യവും പറഞ്ഞു. ഹലോ ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ പേര്? ഡാനി. വൈഫാണ്. എന്താണ് പ്രശ്നം? എന്താണ്? എന്റെ പൊന്നെ ഒന്നും പറയണ്ട. എനിക്ക് അച്ഛനെ ഒന്ന് കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ ഞാൻ. അല്ല ഞങ്ങളോട് പറയാൻ പറ്റാത്ത. അച്ഛനോട് സംസാരിച്ചിട്ടാവട്ടെ. ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇരിക്കാം. അച്ഛനെ വിളിക്കാം. അമേരിക്കയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൗൺസിലിംഗ് സൈക്കോളജിയിൽ MA-യും ക്ലിനിക്കൽ സൈക്കോളജിയിൽ PhD-യും നേടി. പിന്നീട് ഒരുപാട് വർഷക്കാലം ആലുവ പൊന്തിഫിക്കൽ സെമിനാരിയിൽ സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് അച്ഛൻ എറണാകുളം പച്ചാളത്തുള്ള ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് സെൻറ്ററിൽ അദ്ദേഹത്തിൻ്റെ വിശിഷ്ടമായ സേവനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക്, മനസ്സൊരു മലർവാടിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. റെവറൻഡ് ഡോക്ടർ ജോർജ് മണലേൽ. നമസ്കാരം.
അച്ഛാ ഇവിടെ ആരാ വന്നിരിക്കുന്നില്ലേ? ഇവിടെ ഒരു ഫാമിലി ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, അച്ഛനോട് നേരിട്ട് പറഞ്ഞിട്ട് ഞങ്ങളോട് പറയാന്ന് പറഞ്ഞു. ആ ശരി, അച്ഛനെ ആദ്യം കാണട്ടെ എന്നാ പറഞ്ഞവര്. കണ്ടു കളയാം. ഓക്കെ കാരണം എന്തൊക്കെ വിശേഷം? 3 പേരുണ്ടല്ലോ, ആരാ സംസാരിക്കുന്നേ? അച്ഛാ ഇതെന്റെ മോള്, ആ അതെന്റെ മരുമോനാണ്. ആ. ഞാനിപ്പോ ഒരു ആ, സങ്കടം പേരെന്ത് പറയാൻ, പറഞ്ഞു? എന്റെ പേര് മേരിക്കുട്ടി. മേരിക്കുട്ടി. ഇയാളുടെ മിനി. മിനി. ഇത് ഡാനി അച്ചു. ഡാനി. ഡാനി. ആ ആ ആ. അച്ഛൻ എനിക്ക് അച്ഛനെ ഒന്ന് കാണാനായിട്ട് ഞാൻ വന്നായിരുന്നു. എൻ്റെ മോളുടെ ജീവിതം പുള്ളിയായിരുന്നു ഇത്ര നാൾ നോക്കിക്കൊണ്ടിരുന്നത്. കല്യാണം അമ്മച്ചി ഞാൻ പറയട്ടെ, നീ അവിടെ ഇരിക്കും, ഞാൻ പറയട്ടെ. അച്ഛൻ്റെ അടുത്ത് ഞാനല്ലേ പറയാൻ വന്നേക്കണേ. പറഞ്ഞോ. അതെന്താണെന്ന് വെച്ചാൽ അച്ഛൻ 2 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇവൻ നല്ല പയ്യനായിരുന്നു, കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, മിടുക്കനായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ എന്തോ എവിടെ ഒരു തട്ടുകേട് പറ്റിയിട്ട് ചില കടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അപ്പൊ ഇവനിപ്പോ എന്തോ ഒരു മെന്റലാണോ എന്തോ മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് അച്ഛാ. ഞാനാണ് എൻ്റെ 2 മക്കളെ കഷ്ടപ്പെട്ട് വളർത്തിയതാ. എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് കുറെ ആയതാ. ഞാൻ ടീച്ചറായിരുന്നു അച്ഛാ. ഇനിയിപ്പോ ഇവളുടെ ഇളയവളും ഉണ്ട്. അപ്പം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എത്ര നാൾ മുന്നോട്ട് പോകും അച്ഛാ? കാരണം ഇവളോട് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവൂല അച്ഛാ. എന്നാ കുഞ്ഞുങ്ങളൊന്നും ആയില്ല അച്ഛാ. എന്നാ പിന്നെ അത് ഉപേക്ഷിച്ചിട്ട് ഞാൻ വേറെ കല്യാണം കഴിപ്പിക്കാലോ എന്ന് ഓർത്തോണ്ട് ഞാനിരിക്കുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവരുടെ ഭാവിയല്ല അച്ഛാ നോക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അച്ഛനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. മിനി പറഞ്ഞു എന്താ പ്രശ്നം പറഞ്ഞു. അമ്മ പറഞ്ഞു ഞാൻ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോ സ്ഥലം മേടിച്ച് വീട് വെച്ച് കൊടുക്കുന്ന ആളായിരുന്നു. കോൺട്രാക്ട്. അതെ, നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 വർഷമായുള്ളൂ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ എന്നെ കെട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും എൻ്റെ മാത്രം കാര്യമായിട്ടല്ല അച്ചായൻ നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയുടെ ഒക്കെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അച്ചായനാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ നടത്താൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നാണോ ഈ പാളിച്ച വന്നെന്ന് അറിയില്ല. പിന്നീടാണ് ഒരുപാട് കടവും കാര്യങ്ങളൊക്കെ ആയി. ഒരുപാട് കടക്കാരൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. ഒരുപാട് കടക്കാരൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് കിട്ടാനുള്ളത്, ആർക്കൊക്കെ കൊടുക്കാണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഇച്ചായനാണ് അതൊക്കെ അറിയാവുന്നത്. പക്ഷെ ഇച്ചായൻ കുറെ നാളായിട്ട് മിണ്ടുന്നുമില്ല, പറയുന്നതൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യം. ഇപ്പൊ പുറത്തേക്ക് പോലും ഇറങ്ങുന്നില്ല. സംസാരിക്കുന്നത് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അറിയണ അച്ഛനത്. അച്ഛന് ഞാൻ പള്ളി പണിക്ക് വേണ്ടി 5 ലക്ഷം രൂപ തന്നില്ലേ അച്ഛോ? ഞാനല്ലേ അച്ഛന് അച്ഛൻ തന്നെയല്ലേ അച്ഛനല്ലേ കാശ് കൊടുത്തത്? മിനി പറഞ്ഞു കടങ്ങളൊക്കെ എങ്ങനെയെങ്കിലും തീർക്കാച്ചോ, ഉള്ളതൊക്കെ വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും. പക്ഷെ ഇച്ചാനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ട് വരണം. അമ്മച്ചി പറയുന്ന പോലെ ഇപ്പൊ ഉപേക്ഷിച്ചിട്ട് എനിക്ക് നല്ലൊരു ജീവിതമൊന്നും എനിക്ക് വേണ്ട. നല്ല കാലത്ത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇച്ചാനെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് വേറൊരു ജീവിതമൊന്നും എനിക്ക് വേണ്ട. അത് അമ്മച്ചിക്ക് മനസ്സിലാകുമല്ലോ. അമ്മച്ചിക്ക് ഇപ്പൊ എൻ്റെ ജീവിതം എന്ന് പറയുന്ന പോലെ എനിക്ക് എൻ്റെ ഇച്ചാൻ്റെ ജീവിതം എനിക്ക് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അച്ഛാ. അപ്പോൾ അച്ഛൻ്റെ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്. അച്ഛനോട് സംസാരിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതല്ല. അത് അമ്മച്ചി പറഞ്ഞ പോലെ എനിക്ക് ഇച്ചാനെ കളഞ്ഞിട്ട് എനിക്ക് വേറൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് വന്നതല്ലേ. അച്ഛാ എനിക്ക് ഇവളുടെ ഭാവി നോക്കണ്ട അച്ഛാ. ഇവളുടെ ഇളയവളും ഉണ്ടല്ലോ. ശരിയാ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം മിനി പറയുന്നു ഡാനിക്ക് പെട്ടെന്ന് അസുഖം ഉണ്ടായി, വളരെ പെരുമാറ്റത്തിൽ സംസാരത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഇപ്പം മേരിക്കുട്ടി പറയുന്നത് കുറച്ചും കൂടെ ഇങ്ങനെ പോയത് എങ്ങനെയാവും, വിവാഹമോ നടത്തണം, അങ്ങനെയൊക്കെയാണല്ലോ. നമുക്ക് വിശദമായി സംസാരിക്കാം. മിനി, ഇത് പെട്ടെന്നാണ് ഇങ്ങനെ ബിസിനസ് പൊട്ടിപ്പോയി? അതെ, ഒരു 6 മാസമായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞ. ഒരു പ്രശ്നങ്ങൾ തുടങ്ങി. അതായത് കടക്കാര് 1-2 പേര് വരുന്നു, ആദ്യം മിണ്ടാതെയായി. അതായത് അതെ, അപ്പൊ ഞാൻ വിചാരിച്ചത് ടെൻഷനായിട്ടാണ് മിണ്ടാതിരിക്കുന്നതെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ആളുകൾ വന്ന് കാണാൻ തുടങ്ങി. ആദ്യം ഞാൻ സമ്മതിച്ചു, അവർ വന്ന് കണ്ട് സംസാരിച്ചോട്ടെ. പക്ഷെ ഇവര് പോയി കഴിയുമ്പോ എന്നോട് പറയുന്നൊന്നും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അവരോട് സംസാരിക്കുമ്പോ ഇങ്ങോട്ട് കിട്ടാനുള്ളവർ അങ്ങോട്ട് കൊടുക്കാനുള്ളവരും ഒക്കെ ഉണ്ട്. എല്ലാരോടും പറയുന്നത് ഞാൻ അടുത്ത ആഴ്ച തരാം, ഞാനിങ്ങനെ ഇവിടെ നിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നീടാണ് മനസ്സിലായത് ഇങ്ങോട്ടും കിട്ടാനുണ്ട്. അത് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ എന്നോട് സംസാരിക്കുന്ന വരുന്നവരോട് സംസാരിക്കുന്നതെല്ലാം ഒരു ബന്ധമില്ല. അവര് പറയുന്ന കാര്യങ്ങൾക്കല്ല മറുപടി പറയുന്നത്. പറയുമ്പോ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇതുപോലെ ഒറ്റയ്ക്കിരുന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങും പോകുന്നില്ല. ഈ സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാം ശരിയായിട്ട്. ഡാനി ഇങ്ങോട്ട് നോക്കിക്കേ. സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടോ? ഞാനാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഒന്നും തന്നെ ചെയ്യില്ല. ഇപ്പൊ എല്ലാം ഞാനാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ എന്റെ
ഞാൻ കൂടെ ഇല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ്. ഓ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഭക്ഷണം ശരിയായിട്ട് കഴിക്കില്ല, ഇവിടെ വാരി കൊടുക്കണം. ഭക്ഷണം ശരിയായിട്ട് കഴിക്കുന്നില്ല. പിന്നെ ഉറക്കം എങ്ങനെയാ? ഇല്ല, ഉറക്കമില്ല. രാത്രിയിലൊക്കെ എണീറ്റ് പോകും വെച്ചോ. രാത്രിക്ക് എണീറ്റ് കഥവ് തുറന്ന് പുറത്തേക്ക് പോകും. പുറത്ത് പോയി നിൽക്കുക, ചുമ്മാ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പൊ എനിക്കിപ്പോ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. കാരണം എണീറ്റ് നോക്കുമ്പോ ഇച്ചാൻ അടുത്തുണ്ടാവില്ല. പുറത്തേക്ക് പോകും. അതെ, ഉപദ്രവിക്കുക അങ്ങനെ ചെയ്യുക? ഉപദ്രവമൊന്നുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ സംസാരിക്കുക, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഉറക്കക്കുറവ്, ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നില്ല, ഞാൻ വാരി കൊടുത്താലും കഴിക്കില്ല. അപ്പൊ ഞാൻ നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുടിപ്പിക്കും. ഒരു സിപ്പൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും. സിമെന്റ് ഇറക്കി കൊടുക്കും. ഇതാണ് നീ പോയിട്ട് അവിടെ മറ്റേ ഇവിടെ നോക്കിക്കേ. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു? ഇതേ ഇവിടെ വീട് പണിതുകൊണ്ടിരിക്കുക. ഇവിടെ വീട് ഇതിന് നല്ല വീടാ, നല്ല വലിയ 2 നില വീട്. ഇവിടെ സിമെന്റ് ഇറക്കണം. ഇവിടുന്ന് സിമെന്റ് ഇറക്കിയിട്ട് ഇവിടുന്ന് ഈ സ്റ്റീഫനോട് പറഞ്ഞിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ ഇറക്കി വെച്ച് ബിൽഡിംഗ് വലുതായി. അത് വലുതായി. അതിപ്പോ കണക്ക് കൂട്ടുമായിരുന്നു. എനിക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കണക്കൊക്കെ കൂട്ടുമായിരുന്നു. അച്ഛൻ എന്റെ മോളെ പറഞ്ഞ ആദ്യം നമുക്ക് സംസാരിക്കാം എന്ന്. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്? ഇവിടെ വീട് പണി നടക്കണ്ട അച്ഛൻ, എന്റെ വീട് പണി നടക്കണ്ട. വീട് പണിയാണ് ഇതിൽ ഈ ആള് സ്ഥലമൊക്കെയാ നോക്കുന്നത്. ഇതെന്റെ സൈറ്റാണ്. ഇത് ഈ സൈറ്റ്, ഈ സൈറ്റിൽ ഇവിടെ വലിയ വീട്. എത്ര വീട് വെക്കുന്നുണ്ട്? ഇത് 1 ഇത് 9 3. ഹലോ, ഇറക്കിക്കോ. അവിടെ പോയിട്ട് എന്നിട്ടേ അവനെ അത് ചെയ്ത് കൊടുക്കും കേട്ടാ. പാര പിടിച്ച പണിക്കാരിയാണോ ഡാനി? പണി നടന്നുകൊണ്ടിരിക്കുന്നേ. എങ്ങനെ പോകുന്നു പണിയൊക്കെ? ഈ 10-ാം തീയതിക്കുള്ളിൽ വീട് അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവര് കാശ് കിട്ടില്ല. ഇതൊന്നും സംസാരിക്കട്ടെ അച്ഛൻ. കൊടുക്കട്ടാ. ശരി. ആനനെ ആന വേണ്ട. ആന എന്തിനാ നമുക്ക്? ഡാനി അച്ഛൻ പറയുന്നത് എന്താ പൈസ എല്ലാം കൊടുത്തോ? കൊടുക്കാനൊക്കെ കൊടുത്തോ? അവര് സൈറ്റിൽ ആനനെ ഇറക്കിയേക്കുന്നു. ശരി. ഇരിക്കുന്ന ആനനെ അവര് മണ്ടന്മാരാണ്. അവരെന്തിനാ ആനനെ അവിടെ ഇറക്കിയിട്ടുള്ളത്? ആനനെ ഇറക്കി. അവര് ശരി ഉണ്ടാക്കിയോ പൈസ കൊടുക്കാത്തതിന്? അങ്ങനെ ചെയ്തോ? ഇപ്പൊ എന്താ പെട്ടെന്ന് കരയുന്നേ? സംസാരിക്കും. മിനി ഈ ബിസിനസ് എങ്ങനെ പൊട്ടി? അതിന് മുമ്പ് എങ്ങനെയായിരുന്നു പെരുമാറ്റമൊക്കെ? നല്ല രീതിയിൽ എല്ലാവരോടും നല്ല രീതിയിൽ മാത്രം പെരുമാറിക്കൊണ്ടിരുന്ന ഒരാളാണ്. നല്ല രീതിയിൽ കച്ചവടം, നല്ല രീതിയിൽ പൈസയൊക്കെ മേടിച്ച് ഒരുപാട് വരുമാനമൊക്കെ ഉണ്ടായിരുന്നു. അതെ, നല്ല ഇല്ല, എന്നോട് അധികം അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാറില്ല. ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഒരാളെ കൂടെ കൂട്ടിയത്. പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ, ജെയിംസ് എന്നാണ് പേര്. അല്ലാതെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും എന്നോട് പറയാറില്ല. അപ്പൊ ഈ ബിസിനസ് മോശമായി തുടങ്ങി, കടമായി തുടങ്ങി, അതൊക്കെ പിന്നീട് പറയായിരുന്നു. കടം കുറച്ച് പൈസ കിട്ടാനുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ പോലെ മിണ്ടാതെയായി. ടെൻഷൻ കാണിക്കുകയോ ഓർക്കമില്ല? ടെൻഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ഫോണിലായിരുന്നു. അവിടെ വിളിച്ച് ചോദിച്ച് എവിടെന്നെങ്കിലൊക്കെ പൈസ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഇതൊക്കെയായിരുന്നു. ഞാനതിൽ ഇടപെടാറില്ല. ടെൻഷൻ കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. അത് കഴിഞ്ഞ് ആളുകൾ വീട്ടില് പൈസ ചോദിച്ചു വരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു ഗൗരവം മനസ്സിലായത്. കാരണം കോടികൾ ഇപ്പൊ കടത്തിലായി എന്നുള്ള രീതിയിലാണ്. ഞാൻ ചോദിക്കും. അപ്പൊ എന്നോട് പറയും, നീ വിഷമിക്കാണ്ട്. എന്നെ വിഷമിപ്പിക്കാതിരിക്കാനാണ് എന്നോട് പറയാതിട്ടുള്ളത്. ഇപ്പോ ആളുകൾ വീട്ടിൽ വന്ന് കടം ചോദിക്കുമ്പോ, പൈസ ചോദിക്കുമ്പോ ഞാൻ വേണമല്ലോ അതിനൊരു സമാധാനം പറയാം. കാരണം ചേട്ടൻ പറയുന്നത് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഇവർക്കൊക്കെ എത്ര കൊടുക്കാനുണ്ട്, എവിടെ നിന്നൊക്കെ കിട്ടാനുണ്ട് ഒന്നും എനിക്ക് അറിയില്ല. എവിടെയോ എന്തോ തട്ടുകേട് പറ്റിയതാ കാര്യം. കണക്കൊന്നുമില്ല, ഒന്നുമില്ല, എനിക്കൊന്നും അറിയില്ല. സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒരാളുണ്ട്, പക്ഷെ അയാളെ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല. അയാൾ പറയുന്നത് അതായത് പിടിപ്പുകേട് കൊണ്ട് പോയതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത്രയും നാള് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവന്ന ഒരാളാണ്.
കയ്യിലെ ഒരു വേറെ കാര്യം ചോദിക്കട്ടെ, പിന്നെ ഡാനിയുടെ വീട്ടിലെ അവർ ആർക്കും നേരത്തെ അസുഖം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല അച്ഛോ. അമ്മച്ചിക്ക് സുഖമില്ലാത്തതാണ്. കുടുംബത്തെക്കുറിച്ച് അറിയാവോ? കുടുംബത്തിൽ ആർക്കും അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഡാനിയുടെ പേരൻസിനോ അങ്ങനെയൊന്നും ഇല്ല, ഒന്നുമില്ല കേട്ടിട്ടില്ല അല്ലേ? കല്യാണത്തിന് മുമ്പൊക്കെ കല്യാണത്തിന് ശേഷം എങ്ങനെയാണ്? പൊതുവെ ആക്റ്റീവ് ആയിരുന്നു? നല്ല ആക്റ്റീവ് ആയിരുന്നു അച്ഛോ, നല്ല രീതിയിൽ എല്ലാവരോടും നല്ല സ്നേഹമാണ്. അതുകൊണ്ടാണ് എൻ്റെ അമ്മച്ചി അനിയത്തിയൊക്കെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും. സോഷ്യൽ ലൈഫ് ഒക്കെ എങ്ങനെയായിരുന്നു? കൂട്ടുകാർ, സഹപ്രവർത്തകർ ഒത്തിരി പേരുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ അടുപ്പം കാണിച്ചുകൊണ്ടിരുന്ന ഈ ജെയിംസ് എന്ന് പറയുന്ന ആളോടാണ്. എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് ഏൽപ്പിച്ചു. അവിടെ നിന്നാണ് ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വിചാരിക്കുന്നു, അറിയില്ല. ആള് അവൻ ചതിച്ചതാണോന്ന് അറിയില്ല അച്ഛാ. അങ്ങനെ അമ്മ പറഞ്ഞു ഇങ്ങനെ പാർട്ട്നേഴ്സ് ചതിച്ചു, അങ്ങനെയാണെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം ഇത്രയും ആൾക്കാർ വന്ന് വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിക്കാറുണ്ട്, എന്താ പറയണ്ടേ, ഇവരുടെ അടുത്ത് നിന്ന് എത്ര കിട്ടാനുണ്ട്, ആരാ നമുക്ക് തരാനുള്ളത്. എവിടെ നിന്നും കിട്ടാനില്ലെന്നാ പറയുന്നത്. എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ചോ. വരുമാനം ഇല്ലാതിരിക്കുവോ? എവിടെന്നെങ്കിലൊക്കെ പൈസ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഡാനിയോട് ചോദിച്ചതിനും മനസ്സിലാക്കാൻ പറ്റില്ല, ഒന്നും വ്യക്തമായിട്ട് പറയില്ല. കാരണം സംസാരത്തിലേക്ക് ഇല്ലാത്ത രീതിയിൽ സംസാരമാണല്ലോ. എന്തോ ഷോക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പണം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപക്ഷേ സഹപ്രവർത്തകർ ചതിക്കുകയോ എന്നൊക്കെ ചെയ്ത് കാണുമായിരിക്കും. എന്തോ ഷോക്കാണ് ഇത്. ഏതായാലും നിങ്ങൾ എന്നെ ഡാനിയെ ഇവിടെ കൊണ്ടുവന്ന് നന്നായി. ഇത് സൈക്കോളജിയിൽ ഒരു ചിത്തഭ്രമം എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഞാനിത് ചോദിക്കാനുള്ള കാരണം പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചോദിച്ചല്ലോ, വീട്ടിലെ കാര്യം ചോദിച്ചല്ലോ. പാരമ്പര്യം കുറച്ചൊരു ഫാക്ടറാണ്. പിന്നെ ചില കുടുംബങ്ങളിൽ അത് തുടർച്ചയായിട്ട് കാണുന്നുണ്ട് ഈ ചിത്തഭ്രമ അസുഖം. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ചിലപ്പോൾ ചില ഷോക്കുകളുണ്ടാകുന്നു. ആ ഷോക്കിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഇവിടെ സംഭവിച്ചത്, ഡാനിക്ക് ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് പൊട്ടി, ഒരു കടയൊക്കെ വന്നു. അപ്പോൾ ഇത് ടെൻഷനായി. ആ ടെൻഷൻ്റെ ഭാഗമായിട്ട് തലച്ചോറിൽ ചില രാസവസ്തുക്കൾ ഫോം ചെയ്തു. ആ രാസവസ്തുക്കൾ ഇപ്പം നമ്മുടെ ചിന്തകളൊക്കെ നിയന്ത്രിക്കുന്നത് ഹോർമോൺസ് ആണല്ലോ. അപ്പോൾ സൈക്കോളജി മിനി ഇതുവരെ പഠിച്ചു. ഞാൻ ഡിഗ്രിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ചൊക്കെ മനസ്സിലാവുമായിരിക്കും ബയോളജിയിലേക്ക്. അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങൾ ന്യൂറോൺസ് എന്നൊക്കെ പറയും. ആ ന്യൂറോൺസിനെ കണക്ട് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞ ചില രാസവസ്തുക്കളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഡോപ്പാമിൻ, സെറട്ടോണിൻ എന്നൊക്കെ പറഞ്ഞ് ഇതാണ് നമ്മുടെ പെരുമാറ്റത്തെയൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പം നമ്മൾ ലോജിക്കൽ സംസാരിക്കുന്നു, നമ്മൾ പെരുമാറുന്നു, ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത് ഈ രണ്ട് ഹോർമോൺസ്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതിൽ നമുക്കെന്തെങ്കിലും ഷോക്ക് ഉണ്ടായി കഴിയുമ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ലക്കില്ല സംസാരം ഒന്നും ഓർമ്മിക്കുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണഗതി ഇപ്പം ഞാൻ എപ്പോഴാണ് ചിരിക്കേണ്ടത്? അപ്പോൾ സന്തോഷകരമായ ഒരു കാര്യം വരുമ്പോൾ എനിക്ക് ചിരിക്കും. വിഷമിപ്പിക്കുന്ന കാര്യം ഉണ്ടാകുമ്പോൾ കരയും, അല്ലേ? അപ്പോൾ എനിക്കറിയാം എപ്പോഴാണ് കരയേണ്ടത്, എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നൊക്കെ അറിയാം. ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ സംഭവിക്കുന്നത് ലക്കില്ല സംസാരിച്ചുകൊണ്ടിരിക്കും, വെറുതെ ചിലപ്പോൾ ഇങ്ങനെ നോക്കി ചിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഒരു കാര്യം കരയും, പിന്നെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പെരുമാറ്റത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് ലക്കില്ലാത്ത സംസാരം, ഒരു കണക്ഷൻ ഇല്ലാത്ത സംസാരം, പിന്നെ വെറുതെ ഇതൊക്കെ ചെയ്യാം. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയില്ല, വെറുതെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. ഇപ്പോൾ ഡാനിയെന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചിലപ്പം വെറുതെ ഒരു കാര്യം വെറുതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ചില കേസുകളിലൊക്കെ ഒരു വയലൻ്റ് ആവും, മറ്റോട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും ചിലപ്പോൾ. അപ്പം ഡാനിയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ചോദിച്ചല്ലോ, ഒന്നും അങ്ങനെ ഒന്നും പ്രശ്നമില്ല. ഇങ്ങനെയുള്ള ലക്കില്ലാത്ത സംസാരം, കരയുക, പിന്നെ ഇവർക്ക് പൊതുവെ ഉറക്കം കുറവായിരിക്കും ഈ രോഗമുള്ളവർക്ക്. ഇനി ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് കൊണ്ട് കഴിക്കും, ഒരു 3-4 തരത്തെ ഭക്ഷണം ഒരുമിച്ച് കൊണ്ട് കഴിക്കും, പിന്നെ ഒന്നും കഴിക്കില്ല. ഇപ്പോൾ ഡാനി ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുറച്ചൊക്കെ നിർബന്ധിക്കുമ്പോൾ കുറച്ച് കഴിക്കുന്നുണ്ട്, അല്ലാതെ അങ്ങനെ കഴിക്കാതിരിക്കുന്നില്ല, ഒരുപാട് കഴിക്കുന്നുണ്ട്. ഇപ്പം മിനി ചെയ്യേണ്ട ഒരു കാര്യമേ, എനിക്ക് വളരെയധികം എന്നെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. മിനി വളരെയധികം ഭർത്താവിൻ്റെ കാര്യത്തിൽ വളരെയധികം സ്നേഹം കാണിക്കുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. കല്യാണം കഴിച്ച് തന്നെ ഭർത്താവിനോട് ആ പ്രതിബദ്ധത, അസുഖമുണ്ടായി എങ്ങനെയെങ്കിലും മാറ്റണം, ആ ഭർത്താവിന് കൂടെ നിൽക്കാനുള്ള ആ സന്നദ്ധത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്, നല്ല കാര്യമാണിത്. വിഷമം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ആരും കല്യാണം കഴിഞ്ഞു, ഭർത്താവാണ്, അസുഖം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മാക്സിമം നമ്മൾ ശുശ്രൂഷിക്കണമല്ലോ. ഇവിടെ ഒന്ന് ഇപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ പോയാൽ എങ്ങനെയാവും, വേർപെടുത്ത് വരിക നല്ലത്, കുട്ടികളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒരു ഡിവോഴ്സ് വാങ്ങിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞത്. ഇത് തെറ്റിദ്ധാരണയാണ്.
അതായത് മാനസിക രോഗം ഒരിക്കലും മാറിയല്ല, അത് ജീവിതകാലം മുഴുവൻ അങ്ങനെ രോഗിയായിട്ട് കണ്ടിന്യൂ ചെയ്യും. പിന്നെ മരുന്ന് കഴിക്കേണ്ടി വരുവാണെങ്കിൽ അങ്ങനെ മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. മരുന്നുകൾ തന്നെയാണെങ്കിലും അത് മനുഷ്യനെ തളർത്തുകയുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ഇപ്പം മരുന്ന് കഴിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവൻ കഴിക്കുക, ബിസിനസ്സൊന്നും പോകാൻ പറ്റിയില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് വളരെയധികം തെറ്റിദ്ധാരണകളുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ സൈക്കോളജി പഠിച്ചവരാണ്, ഞങ്ങൾ ചികിത്സിക്കുന്നവരാണ്. ഈ എനിക്ക് പറ്റിയിരിക്കുന്നത് ഒരു ചിത്തഭ്രമം എന്ന് പറഞ്ഞ രോഗം വന്നു, ഇത് നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷേ ഇപ്പം നേരിട്ട് വന്നു ഞാൻ സൈക്കോളജിസ്റ്റാണ്, ഞങ്ങൾ മരുന്നുകൾ കൊടുക്കില്ല. ഞങ്ങൾ പിന്നെ ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും അനാറ്റമി ഫിസിയോളജിയൊക്കെ പഠിക്കും. MBBS ഡോക്ടർമാർ പഠിക്കുന്ന ബേസിക് കോഴ്സൊക്കെ ഞങ്ങൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നിയമം അനുസരിച്ച് ഞങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റില്ല. അത് കൊടുക്കുന്നത് സൈക്കാട്രിസ്റ്റാണ്. ഇങ്ങനെ ചിത്തഭ്രമം പോലെ രോഗങ്ങൾക്ക് നമുക്ക് വേണ്ടത് പിന്നെ കൗൺസിലിംഗ് അല്ല, മരുന്നാണ് കൊടുക്കുന്നത്. മരുന്ന് അത് സൈക്കാട്രിസ്റ്റ് ചെയ്യും. അപ്പം ചെയ്യേണ്ട ഒരു കാര്യം ഉടനെ തന്നെ നമുക്കൊരു ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, നല്ല ഹോസ്പിറ്റലിൽ പോകണം. നമുക്ക് പല ഹോസ്പിറ്റൽസൊക്കെ ഉണ്ട്. ഇപ്പം ഏറ്റവും പറ്റിയ സ്ഥലം മെഡിക്കൽ കോളേജൊക്കെയാണ്. എല്ലാ മെഡിക്കൽ കോളേജിലും സൈക്കാട്രി വിഭാഗമുണ്ട്. അവിടെ ചെന്നാൽ പല സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും. നല്ലൊരു സൈക്കാട്രിസ്റ്റ് കണ്ടുപിടിക്കാം. ഇനി അദ്ദേഹം ഡാനിക്ക് മരുന്ന് കൊടുക്കും. മരുന്ന് ആദ്യം കുറേ ചിലപ്പം 10 ദിവസത്തേക്ക് ഒരു ടെസ്റ്റായിട്ട് കൊടുക്കും. ഏത് മരുന്നാണ് പറ്റിയെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ അത് കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം. പിന്നെ ഡോക്ടർ പറയും 10 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞോ വരാൻ പറയും. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് ആ മരുന്ന് മാറ്റുകയോ അല്ലെങ്കിൽ വേറൊരു മരുന്നും ഒക്കെ ചെയ്യും. ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഒന്ന് ശുഭാപ്തി വിശ്വാസം. ഇപ്പോൾ അമ്മ പറഞ്ഞു, അമ്മയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോളുടെ ഭാവി എങ്ങനെയാകും, ഡാനിക്ക് അസുഖം വന്നു, അത് മാറിയില്ലെങ്കിൽ പ്രശ്നമാകില്ലേ. അപ്പോൾ അമ്മയ്ക്ക് തീർച്ചയായിട്ടും ആ ടെൻഷൻ ഉണ്ടാകും. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ കല്യാണം കഴിഞ്ഞ് ഒരു കൂതാശ സ്വീകരിച്ചവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം നമ്മൾ കൂതാശ പെർമനൻ്റാണ്. ഒരു വലിയ അപ്പോൾ നമുക്കിങ്ങനെ വെറുതെ അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റുമൊന്നുമില്ലല്ലോ. ഇത് തന്നെ ഒന്ന് ഈ തെറ്റിദ്ധാരണ കൊണ്ട് മാറ്റിയെടുക്കണം. ഇത് നമ്മൾക്ക് ഇപ്പം ഈ അസുഖത്തിന് പകരം ഇപ്പോൾ ഡാനിക്കിപ്പം ചിത്തഭ്രമം എന്ന് പറഞ്ഞ അസുഖം ഉണ്ടായി. അതിന് പകരം വേറെ വല്ല അസുഖമായിരുന്നെങ്കിലോ, പ്രമേഹമായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള ഇത് ക്യാൻസർ ആണെങ്കിലോ, അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രോബ്ലം ആണെങ്കിലോ. അപ്പോൾ കിഡ്നിയുടെ പ്രോബ്ലം വരുവാണെങ്കിൽ, വളരെ സീരിയസ് ആയ പ്രോബ്ലം ആണെങ്കിൽ ഡയാലിസിസിലേക്ക് പോകേണ്ടി വരും. നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ഭർത്താവിനെ? ഇപ്പോൾ ക്യാൻസറാണെന്ന് വിചാരിച്ചോ, ആ ക്യാൻസറാണെന്ന് വിചാരിച്ചുകൊണ്ട് ഭർത്താവിന് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇതുപോലെ രോഗം വന്നു, ശരീര രോഗം വന്നു. ക്യാൻസർ എങ്ങനെയാണ് വന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. ആ കിഡ്നി പ്രോബ്ലം ഉണ്ടായത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ഇപ്പോൾ കിഡ്നിയുടെയൊക്കെയാണ് തന്നെ ക്യാൻസറിന് അവിടെ കുറച്ച് പാരമ്പര്യം വരുന്നുണ്ട്. ആ കിഡ്നിയുടെ എന്തുകൊണ്ട് കിഡ്നി പ്രോബ്ലം ഉണ്ടായി, അപ്പോൾ നീണ്ട കാലം ഡയാലിസിസൊക്കെ നടത്തിക്കൊണ്ട് വരും. അപ്പം പിന്നെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നില്ല, അവളെ തീരെ വളരെ സീരിയസ് ആണ്. ചിലപ്പോൾ പിന്നെ ഡയാലിസിസ് വേണ്ടി വരും. അപ്പോൾ അത് ഉപേക്ഷിക്കാൻ പറ്റുമോ? പറയുമോ? ഇല്ല. അതുപോലെ ക്യാൻസർ വന്നു, ആ ക്യാൻസർ വന്ന ഉടനെ ഇത് ക്യാൻസറാണ്, സീരിയസ് ക്യാൻസറാണ്, വിവാഹമോചനം എന്ന് പറയാൻ പറ്റുമോ? അത് ചെയ്യല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതൊരു മാനസിക രോഗമാണ്. ഈ മാനസിക രോഗത്തിൽ പിന്നിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞു, ഇപ്പോൾ ഡാനിക്ക് പ്രശ്നം ഉണ്ടായത് ഷോക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ കടം കൊണ്ടാണെന്ന് പറയും. അത് മാത്രമായിരിക്കില്ല, പല കാരണങ്ങൾ കാണും. ഇപ്പം മാനസിക രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റ കാര്യം പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ മലേറിയയ്ക്ക് അല്ലെങ്കിൽ ട്യൂബർക്ലോസിസിനെ അല്ലെങ്കിൽ കോവിഡിനൊക്കെ ചില വൈറസ് ഉണ്ട്. ആ വൈറസിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം, ഇന്ന വൈറസാണ് കുഴപ്പമുണ്ടാക്കുന്നത്. മാനസിക രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന കാരണമാണ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സാധാരണ പറയും ഡാനിക്ക് ഒരു ഷോക്കുണ്ടായി, ബിസിനസ് ഷോക്കുണ്ടായി, ആ ഷോക്ക് കൊണ്ടുണ്ട്. ആ ഷോക്ക് കൊണ്ട് മാത്രമായിരിക്കുക, വേറെ ഫാക്ടേഴ്സ് കാണും. കുറച്ച് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലച്ചോറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലേ, ബ്രെയിനിലേക്ക് അതൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ കാരണങ്ങളിലേക്ക് പോകണ്ട, എന്തുകൊണ്ടാണ് പറ്റിയെന്ന് കാരണം ചിന്തിക്കാൻ പോകണ്ട. നല്ല ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണം. ആ സൈക്കാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് വാങ്ങിക്കണം. മരുന്ന് വാങ്ങിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓരോ രോഗത്തിന് അതിൻ്റേതായ സമയം എടുക്കും. ചിലപ്പോൾ 3 മാസം, 6 മാസം, ചിലപ്പോൾ 1 വർഷമൊക്കെ ആയിരിക്കും. ഏതായാലും ചിത്തഭ്രമത്തിന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മരുന്നുകളുണ്ട്.
നല്ല മരുന്നുകളാണ്. അപ്പം ഞാനിങ്ങനെയുള്ളവരൊക്കെ ചികിത്സിച്ചില്ല, അവരെയൊക്കെ അവർക്ക് വേണ്ടിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഹോസ്പിറ്റൽ വർക്ക് ചെയ്തിട്ടുണ്ട് PhD ഭാഗമായിട്ട്. ഒരുപാട് പേഷ്യൻസിനൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. സൈക്കാട്രിസ്റ്റ് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഞാൻ സൈക്കാട്രിസ്റ്റിനൊക്കെ റെഫർ ചെയ്യുകയാണ്. അപ്പോൾ ഡാനിയെ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. ഡോക്ടർ മരുന്ന് തരും, മരുന്ന് പറഞ്ഞു തരും. അപ്പോൾ ഡോക്ടർ പറയുന്ന ദിവസത്തിൽ ഇങ്ങനെ 2 ആഴ്ച 1 മാസമൊക്കെ പോയി കാണണം. ക്രമേണ ഡോക്ടർ മരുന്ന് കുറയ്ക്കും. ഇനി മരുന്ന് കുറച്ചിപ്പം എനിക്കിപ്പോൾ ഡാനിയോട് സംസാരിക്കാൻ പറ്റിയില്ല. ഡാനിയുടെ മാനസികാവസ്ഥ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഞാനെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ വേറെ കാര്യം പറയുള്ളൂ. അത് വിഷയം മാറിക്കൊണ്ടിരിക്കും, അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറയും എന്നൊക്കെ പറയും. അപ്പോൾ ഡാനിയോട് ഇപ്പം എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഇനി മരുന്ന് ഒരു മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും മരുന്നിൻ്റെ ഇഫക്റ്റ് 2-3 ആഴ്ച കഴിയുമ്പോൾ മരുന്നിൻ്റെ ഇഫക്റ്റ് ആരംഭിക്കും. അപ്പോൾ കുറച്ചൊക്കെ നോർമലാവും, കുറച്ചും കൂടെ സംസാരം ശരിയാവും. അങ്ങനെ ആകുമ്പോൾ ഒരു ദിവസം കൊണ്ടുവരണം, 1 മാസം കഴിയുമ്പോൾ. പക്ഷേ എന്നെ കണ്ട ശേഷവും സൈക്കാട്രിസ്റ്റിനെ കാണണം, മരുന്ന് കഴിക്കണം, അങ്ങനെ ചെയ്യണം. എനിക്ക് പറയാനുള്ളത് ഇത് ഇങ്ങനെ ഉടനെ ചിന്തിക്കല്ലോട്ടെ, ഇങ്ങനെ വിവാഹമോ നടത്തി കാണാനൊക്കെ നമുക്ക് ഇത് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കും. ഞാൻ നോക്കപ്പോ ഇവക്കടെ ഭാവി എനിക്ക് നോക്കണമല്ലോ. അത് തീർച്ചയായിട്ടും എനിക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മോളുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യം. നല്ല മോനാണെന്ന് വെച്ചാൽ നല്ലതായിട്ട് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന മോനാ. നല്ല ഇത് ശരിയായിക്കോളും. ഒരു പ്രതീക്ഷ ഇവിടെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇതുപോലെ ഇപ്പോൾ ക്യാൻസറിനൊക്കെയാണ് ഇതുപോലെ സമയം എടുക്കുമല്ലേ, അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും ഈ കിഡ്നി പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴേ. ആഴ്ച 2-3 പ്രാവശ്യം ഡയാലിസിസിന് പോകുന്ന ചെറുപ്പക്കാരായ കിഡ്നി പേഷ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കി എന്ന് ബുദ്ധിമുട്ടൊക്കെ നോക്കി, ഇന്ന് വേദനയുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു വേദനയല്ല, ഇങ്ങനെ പെരുമാറ്റത്തിലുള്ള പ്രത്യേകതകൾ. പിന്നെ ആളുകൾ ഇങ്ങനെയൊക്കെ പറയുകയും ആളുകൾ ചിലപ്പോൾ ചോദിക്കുന്നത് പറ്റിയെന്നൊക്കെ ചോദിക്കും. അതിലെല്ലാം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ മാനസിക രോഗങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ ഇതാണ്, ഒരിക്കലും മാറിയതെന്നുള്ളതാണ്. നല്ല മരുന്നുകൾ അവൈലബിൾ ആണ്, മാറും, ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. പക്ഷേ സമയമെടുക്കും. ഇത് ഇപ്പം നമുക്കൊരു പനിയൊക്കെ വരുമ്പോൾ ഇഞ്ചക്ഷൻ കൊണ്ടൊക്കെ 1 ദിവസം കൊണ്ട് മാറും. അതുപോലെ ഇപ്പോൾ സമയമെടുക്കും. അപ്പോൾ പേഷ്യൻസ് തന്നെ വേണം. അതായത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മിനി വളരെയധികം താല്പര്യം കാണിക്കുന്നു, ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ വളരെയധികം പ്രതിബദ്ധത കാണിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. വളരെ സ്നേഹം കാണിക്കുന്നുണ്ട്. അത് ഏതായാലും ധൈര്യമായിരിക്കും, ശരിയാകും കേട്ടോ. പിന്നെ അമ്മച്ചി പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ വിഷമിക്കേണ്ട, ശരിയാവും. ഇതിൻ്റെ പേരിൽ വിവാഹമോചനോ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല, നമുക്ക് മാറ്റിയെടുക്കാനേ ഉള്ളൂ കേട്ടോ. അപ്പം മിനി ഡോക്ടറെ കണ്ട് കുറച്ചും കൂടെയൊക്കെ സംസാരിക്കുന്ന ആ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്നെ ഒന്ന് കാണാൻ പറയാച്ചോ. ഒരുപാട് നന്ദിയുണ്ട്. ശരി ശരി. ഈ അവസ്ഥയൊക്കെ മാറിയിട്ട് ഞങ്ങൾ ഇനിയും വരും. ശരിയാവും, എല്ലാം ശരിയാവും. പ്രാർത്ഥിച്ചാലേ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്കിറ്റിൽ കണ്ടത് ചിത്തഭ്രമം ബാധിച്ച ഒരു വ്യക്തിയാണ്. ഈ ചിത്തഭ്രമം എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അതിൻ്റെ സയൻറ്റിഫിക്കായ പേര് സ്കിസോഫ്രേനിയ എന്നാണ്. സ്കിസോഫ്രേനിയ മനഃശാസ്ത്രത്തിൽ വളരെ സീരിയസ് ആയ ഒരു രോഗമാണ്. ഈ സ്കിസോഫ്രീനിയയ്ക്ക് പല ടൈപ്പുകളുണ്ട്. ചില ആളുകൾ ഇങ്ങനെ വെക്കില്ല, സംസാരിക്കുക, പെരുമാറുക, വെറുതെ ചിരിക്കുക, കരയുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക, ഇതൊക്കെ ആയിരിക്കും. അത് ഈ കറ്ററ്റോണിക് സ്കിസോഫ്രീനിയ എന്ന് പറയും, ഒരു വിഭാഗമാണ്. അത് കുറച്ചും ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മുടെ വഴിയിലൊക്കെ കാണുന്നു. ഇപ്പോൾ ഇതിൻ്റെ ആരംഭത്തിൽ ബൈജി ഒരു രോഗിയെക്കുറിച്ച് പറഞ്ഞിങ്ങനെ വഴി കൊണ്ട് നടക്കുന്ന ഒരാളെക്കുറിച്ച്. അത് സ്കിസോഫ്രീനിയ തന്നെയാണ്. അത് കാറ്ററ്റോണിക് ടൈപ്പാണ്. ഇങ്ങനെ എപ്പോഴും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടക്കും, വികൃതമായിട്ടുള്ള പെരുമാറ്റമൊക്കെയാണ്. അതേ സമയത്ത് തന്നെ അല്പം മാന്യന്മാരായ സ്കിസോഫ്രീനിക്സ് ഉണ്ട്. ആർക്കും ഉപദ്രവം ചെയ്യില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും, പരിചരിച്ചുകൊണ്ടിരിക്കും, ആർക്കും ഉപദ്രവം ചെയ്യില്ല, മുറിക്കത്തിരിക്കുകയുള്ളൂ, കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല, അങ്ങനെ ടൈപ്പുണ്ട്. അപ്പോൾ പല ടൈപ്പും ഉണ്ട്. ഏതായാലും ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴത്തെ ശാസ്ത്രം പറയുന്നത് മാനസികമായ കാരണങ്ങളെക്കാൾ കൂടുതലായിട്ട് ജൈവശാസ്ത്രപരമായിട്ടുള്ള ജനറ്റിക് ഫാക്ടേഴ്സാണെന്ന് പറയുന്നത്. പാരമ്പര്യം വരുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് വീട്ടാർക്കും ഉണ്ടായതുകൊണ്ട് മക്കൾക്കുണ്ടാകുന്ന നിർബന്ധമൊന്നുമില്ല. എങ്കിലും ഹെറിഡിറ്ററി പാരമ്പര്യം ഒരു വളരെ ശക്തമായൊരു ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ ബ്രെയിനിലെ ചില ചേഞ്ചുകളൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രോഗികൾക്ക് മരുന്ന് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ വ്യത്യാസം ഉണ്ടാകുന്നു,
കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്നുകൾ കൊടുക്കും. പിന്നെ ആൻറ്റി സൈക്കോട്ടിക് മെഡിക്കേഷൻസ് പറയും. ഇങ്ങനെയുള്ള ചിത്തഭ്രമം മാറ്റുന്ന മരുന്നുകളുടെ ഒരു കാറ്റഗറിയാണ്. പല മരുന്നുകളുണ്ട്. ആൻറ്റി സൈക്കോട്ടിക് മെഡിസിൻസ് പറയും. അത് സൈക്കാട്രിസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോൾ ഒന്ന് നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു ഡോക്ടറെ പോയി കാണണം, ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഇത് ആരെങ്കിലും ചിന്തിക്കുകയല്ലേ വീട്ടിൽ ഒരാൾക്ക് ഭ്രാന്തുണ്ടായെന്ന് വിചാരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കരുത്. നമുക്ക് ക്യാൻസർ വന്നാൽ ഡോക്ടറെ കാണാൻ പോകും, പ്രമേഹം വന്നാൽ ഡോക്ടറെ കാണാൻ പോകും എന്ന് പറഞ്ഞവർ തന്നെ ഇതൊരു ചിത്തഭ്രമം എന്ന് പറഞ്ഞ രോഗമായിട്ട് കണക്കാക്കി ഡോക്ടറെ പോയി കാണുക, മരുന്നുകൾ കഴിക്കുക. അത് മാറിക്കോടും തീർച്ചയായിട്ടും. പിന്നെ സമയമെടുക്കും ചിലപ്പോൾ. മറ്റു രോഗങ്ങളെപ്പോലെയല്ല. മാനസിക രോഗം എന്ന് പറയുമ്പോൾ പല ടൈപ്പുകളുണ്ടല്ലോ. ഇപ്പോൾ ഡിപ്രഷൻ, വിഷാദരോഗത്തിന് മരുന്ന് കൊടുക്കും, പക്ഷേ ഒരുപാട് സമയം വേണ്ടി വരില്ല. സ്കിസോഫ്രീനിയയിൽ മരുന്നുകൾ കൊടുക്കും, അത്യാവശ്യമാണ്, അല്പം കൂടി സമയമെടുക്കും. അപ്പം അത് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ശാന്തമായിട്ട് വെയിറ്റ് ചെയ്യണം കുറച്ചും കൂടെ. പിന്നെ പെട്ടെന്ന് ഇഫക്റ്റ് ഉണ്ടാകില്ല, പക്ഷെ മാറ്റിയെടുക്കാം. ആ വിശ്വാസം ഉണ്ടായിരിക്കാം. പിന്നെ ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുമ്പോൾ ഉടനെ വിവാഹമോചനത്തിലേക്ക് പോകുന്നു. മകളുടെ കാര്യം എങ്ങനെയാവും, അല്ലെങ്കിൽ മകൻ്റെ കാര്യം എങ്ങനെയാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ വളരെ ഡ്രാസ്റ്റിക്കായ കാര്യങ്ങളിലേക്കല്ല പോകേണ്ടത്. അത് ചികിത്സിക്കാൻ വേണ്ടത്. ഏത് രോഗം വന്നാലും നമ്മൾ ചികിത്സിക്കണം. താങ്ക് യു. നമ്മൾ ഒരുപാട് ആളുകൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരിക്കും പലരും മൂടി വെക്കുകയാണ്. അതെ, ഡോക്ടർമാരെ കണ്ട് ചികിത്സിക്കണം. നമ്മൾ ഇങ്ങനെ വെറുതെ കൗൺസിലിംഗ് വിട്ടുള്ള കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു കൊടുത്തല്ലോ, ഡോക്ടർമാരെ കണ്ട്. ഇന്ന് നമ്മൾ കണ്ട ഫാമിലിയിലാണെങ്കിലും ആ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉപേക്ഷിക്കാനാ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഈ തെരുവുകളിലും ഒക്കെ കാണുന്നത് അല്ലേ? പരിപാടി. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. വളരെ നന്നായി. താങ്ക് യു. അവതരണ ശൈലിയിലെ മികവ് കൊണ്ട് കുടുംബ പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ പ്രോഗ്രാം മനസ്സ് ഒരു മലർവാടി. റിയാലിറ്റി കം ഫാമിലി കൗൺസിലിംഗ് ഷോ. നീ ഒരു ക്രിക്കറ്റ് കളിക്കാരനാവണം ദൈവം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഫാദർ ജോർജ് മണലേൽ VC. അവരറിയപ്പെടുന്നവരാണ്, വളരെ പണം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അതൊക്കെ വളരെ വിരളമായിട്ട് ഉള്ള ആളുകളാണ്. എന്തിൻ്റെയും ത്രില്ല് ജീവിതത്തിന്റെ അപകടത്തിലേക്ക് വയ്ക്കാതിരുത്താൻ കുറച്ച് മുതിർന്നവരോട് ശ്രദ്ധിക്കുന്നത് നല്ല. ആത്മീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രശസ്തർ അതിഥികളായി എത്തുന്നു. സ്പോർട്സ്മാന് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഡിസിപ്ലിൻ ആണ്. കാണുക മനസ്സ് ഒരു മലർവാടി. എല്ലാ ഞായറാഴ്ചയും രാത്രി 7:30 നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ. നമ്മളാണ് ഇതിലെ കണ്ണികൾ, അതുകൊണ്ട് നമ്മൾ കണ്ണി മുറിക്കുക. കൊറോണ കാലത്ത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിരന്തരം സേവനമനുഷ്ഠിക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, നിയമപാലകർ, മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ, സമൂഹത്തിന്റെ മുഴുവൻ സപ്പോർട്ടോടുകൂടി സഹകരണത്തോടുകൂടി നമ്മൾ ഇതിനെ അതിജീവിക്കും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അത് കൃത്യമായും പാലിച്ചാൽ നമുക്ക് മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ സാധിക്കും. അതിജീവനത്തിന്റെ കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അടുത്തറിയാം ചില കലാകാരന്മാർ. ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോടും ചോദിക്കാനും പറ്റത്തില്ല. നമ്മൾ എങ്ങനെ പോയി ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ഞാനും എന്നെ പോലെ കുറെ ആൾക്കാർ. തെരുവിന്റെ മക്കൾക്ക് ആഹാരവുമായി കടന്നുവന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർ, മതസ്ഥാപനങ്ങൾ. വിശപ്പെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ ഈ വിശക്കുന്ന ആൾക്ക് എങ്ങനെ നമുക്ക് സഹായമാകാം, ഒരു കൂട്ടാകാം. അപ്പോൾ ആരുമില്ലാത്ത ഒരാൾക്ക് പോലീസ് കൂട്ടാകാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാലും ഒരു നല്ല നാളേക്ക് വേണ്ടി ഗുഡ്നസ് ടിവിയും കേരള പോലീസും ചേർന്നൊരുക്കുന്ന ഏറ്റവും പുതുമയാർന്ന പ്രോഗ്രാം. Your protection is our responsibility. Kerala Police is with you. Your safety is our duty. Kerala Police is with you. ഞങ്ങൾ നിങ്ങളുടെ കൂടെ എല്ലാ സമയത്തും. നല്ല നാളേക്കായി നിയമങ്ങൾ അറിയാൻ, അനുസരിക്കാൻ. എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ. മനസ്സൊരു മലർവാടിയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മൂക്കന്നൂർ MAGJ ഹോസ്പിറ്റലിലെ സൈക്കാട്രിസ്റ്റ് അനു ശോഭ ജോസ് ആണ്. മാമിനെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
എന്തൊക്കെയുണ്ട് ഡോക്ടർ വിശേഷം? തിരക്കിനിടയിലും മനസ്സൊരു പരിപാടിയിൽ വരാൻ കാണിച്ച ഒരു മനസ്സിന് നന്ദി പറയുന്നു. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന, നല്ല രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ്. പെട്ടെന്ന് ബിസിനസ്സിൽ ഒരുപാട് ലോസ് ഒക്കെ വന്നു. അപ്പോൾ ആളുടെ ഒരു എന്താ പറയാ, ഒരു എന്താ പറയുന്നതെന്ന് അറിയുന്നില്ല. സമനില തെറ്റിന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ ഇമാജിനറി ആയിട്ട് ആള് സംസാരിച്ചുകൊണ്ടിരിക്കുക. സാങ്കല്പികമായ സംസാരം, യാഥാർത്ഥ്യമില്ല. അതെ, നമ്മുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പോലും ഫോൺ വന്ന് അച്ഛൻ ഒരു മിനിറ്റ് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവലിലേക്കാണ് ആളുടെ ഒരു ഇത്. അപ്പം യാഥാർത്ഥ്യമായിട്ട് യാതൊരു ഗ്രൗണ്ട് ബേസ് ഇല്ലാത്തൊരു ഏതോ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന പോലത്തെ ജീവിതം. നേരത്തെ ഉണ്ടായിരുന്ന ആളെ അല്ലാതെ ഡിഫറെന്റ് ആയി പോയി ആള്. സാധാരണ വ്യക്തിത്വത്തിലെല്ലാം കാര്യമായി ഭയങ്കര സൈലന്റ് ആയി. ആദ്യം അവരോട് ഒന്നും സംസാരിക്കുന്നില്ല, വീട്ടുകാരോടൊന്നും കാര്യമായിട്ട് സംസാരിക്കൊന്നുമില്ല, ഭക്ഷണം വരെ വാരി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉള്ള ഒരാളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇവിടെ വന്ന് അച്ഛനോട് സംസാരിച്ചിരുന്നു. അപ്പൊ അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഒരു സൈക്കാട്രിക് പോയിന്റിൽ നോക്കുമ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? മെയിനായിട്ട് ഇപ്പോൾ ഒരു സ്ട്രെസ്ഫുള്ളായ ഒരു ഇവൻറ്റിനെ ഫോളോ ചെയ്തിട്ടാണ് ഈ സംഭവം ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ നമുക്ക് പല പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ ഒരു പോസിബിലിറ്റി, എപ്പോഴും നമ്മളൊരു സ്ട്രെസ് ഉണ്ടായി, ട്രോമ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് വരുന്ന ഏറ്റവും കൂടിയ പോസിബിലിറ്റി ഡിപ്രഷൻ. അതിൻ്റെ കൂട്ടത്തിലും ഇതുപോലെ സാങ്കല്പിക ലോകത്ത് പോകുന്ന രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടാവും. സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറയും. അതായത് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ ഹലൂസിനേഷനും ഡെലൂഷനും ഒക്കെ ഉള്ളൊരവസ്ഥയ്ക്ക് അങ്ങനെ വരാം. പിന്നെ ഉള്ളത് ഇനിയിപ്പം ചിത്തഭ്രമം അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന മറ്റൊരു അസുഖമുണ്ട്. അത് ഒരു സാധാരണഗതിയിൽ കുറച്ചുകൂടി ചെറുപ്രായത്തിലാണ് തുടങ്ങുന്നതെങ്കിലും ലേറ്റ് ഓൺസെറ്റ് അങ്ങനെ ഉണ്ട്. പിന്നീട് വരാവുന്ന രീതിയിൽ സ്കിസോഫ്രീനിയ, ചിത്തഭ്രമം അങ്ങനെയും വരാം. നമുക്കിത് ട്രീറ്റ്മെന്റിലൂടെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു സാങ്കല്പിക ലോകത്തൊരു ജീവിതം അല്ലെങ്കിൽ ഡെലൂഷൻസ് ഉണ്ട്, ഹലൂസിനേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മരുന്നുകൾ തന്നെ കൊടുക്കണം. ഈ ഒരു അവസ്ഥയിൽ തുടക്കത്തിൽ കൗൺസിലിംഗ് അത്ര ഫലപ്രദമായിരിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് അതിനൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം പ്രോപ്പറായിട്ടുള്ള. ഇന്ന് നമുക്കറിയാം, ശാസ്ത്രമൊക്കെ ഒത്തിരി വികസിച്ചിട്ടുണ്ട്, ഒരുപാട് മരുന്നുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരുടെ ഒരു പേടിയാണ് ഈ സൈക്കാട്രി മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്, മയങ്ങിപ്പോകും, തളർന്നു കിടക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഒത്തിരി കണ്ടീഷൻ എന്താ പറയാ, കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ, മരുന്നുകളില്ലാത്തൊരു ലോകത്തിലേക്ക് പിന്നെ പോകാൻ പറ്റുമോ, അങ്ങനെ ഒരു പേടികളൊക്കെ. ആ പേടിയും തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള നമ്മൾക്ക് കുറേ അബദ്ധ ധാരണകളുണ്ട്. ശരിക്കും ആ ധാരണകളൊന്ന് തിരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവായ ചികിത്സകൾ, വളരെ സൈഡ് എഫക്റ്റ് കുറഞ്ഞ രീതിയിലുള്ള ചികിത്സകൾ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെയാണ് ആക്ച്വലി സംഭവിക്കുന്നത്? എങ്ങനെ ചില ആളുകൾക്ക് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത്? അത് നമ്മുടെ സ്ട്രെസ് കൊണ്ട് മാത്രം വരുന്ന ഡിസോർഡറുകളുണ്ട്. അത് നമ്മൾ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ സ്ട്രെസ് റിയാക്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഡിസോർഡറുകളുണ്ട്. ഇത് പക്ഷേ മറ്റ് ചിലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മാനസിക രോഗങ്ങളുണ്ടല്ലോ. അപ്പം അതൊരു സ്ട്രെസ് വന്നപ്പോൾ അതൊരു നിമിത്തമായി പുറത്തേക്ക് വന്നതുമാവാം, ഉറങ്ങിക്കിടന്ന അസുഖങ്ങൾ. അതിനായി ചിത്തഭ്രമം എന്ന് പറയാൻ പറ്റും. ചെറുപ്പത്തിലേ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അത് കണ്ടുപിടിക്കപ്പെടാതെ വലുതായപ്പം അത് പുറത്തേക്ക് അങ്ങനെ വരും. അങ്ങനെ സംഭവിക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ചെറിയ ചെറിയ സിംറ്റംസ് അല്ലെങ്കിൽ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോൾ മറ്റൊരാൾക്ക് തിരിച്ചറിയണമെങ്കിൽ അത്ര സാധിച്ചെന്ന് വരത്തില്ല. അല്ലെങ്കിൽ നല്ല ഇൻ്റലിജൻ്റായി നല്ല നിരീക്ഷണ പാഠവുമുള്ളവർക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരും. ഒരു പരിധി കഴിഞ്ഞ് ലക്ഷണങ്ങൾ പീക്കിലെത്തി പുറത്തേക്ക് വരുമ്പോഴാണ് അല്ലെങ്കിൽ തന്നെ ഇരുന്ന് സംസാരം തുടങ്ങുന്നു, ആരുമായിട്ട് സംസാരിക്കുന്നില്ല, ഇടപഴകുന്നില്ല, ഉൾവലിയുന്നു, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്. അസുഖം അതിന് വളരെ മുമ്പേ തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ചോദിച്ചു വരുമ്പോൾ മേ ബി ഒരു 1-2 വർഷം മുമ്പിൽ വരെയുള്ള കഥകൾ, ഈ പെരുമാറ്റത്തിലുള്ള മാറ്റങ്ങൾ പിന്നീട് അവർക്ക് ബോധ്യപ്പെടും. ഇത് ഈ പാരമ്പര്യമായിട്ട് വരുന്ന രോഗങ്ങളിൽ പെടുന്നതാണോ ഇതൊക്കെ എന്നും പറയാം. കാരണം ഇതിനകത്ത് മിക്കവാറുമുള്ള കേസുകളിൽ ജനറ്റിക് ആയിട്ടുള്ള ഒരു ഇത് വരാറുണ്ട്. എങ്കിലും പാരമ്പര്യ ഘടകങ്ങളൊന്നും ഇല്ലാണ്ട് സ്വമേധയാ വരുന്ന രീതിയിലും കാണാറുണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാലാവധിയൊക്കെ എങ്ങനെയാണ് ഡോക്ടർ? വരുന്നവരോ അത് ഡിപ്പെൻസ്. അത് നമുക്ക് ഒരു ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ചില കണ്ടീഷനുകളിൽ നമുക്ക് ഒരു മരുന്നൊക്കെ കഴിച്ചിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് സിംറ്റം എല്ലാം ഫ്രീ ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു ഡോക്ടറിൻ്റെ ചികിത്സിക്കുന്ന ഡോക്ടറിൻ്റെ ഇതുപോലെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡോസ് കുറച്ച് കൊണ്ടുവന്ന് വളരെ ലോ ഡോസാക്കി
പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ ചിലപ്പോൾ അത് മെയിൻ്റനൻസ് ആ ഡോസിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്യും, ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിർത്താനും പറ്റും. അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് കേസുകളിൽ നല്ല റെസ്പോൺസ് ഉള്ള ചില അസുഖങ്ങളുണ്ട്. സ്കിസോഫ്രീനിയ തന്നെ പല വെറൈറ്റി ഉള്ളതിൽ ചില അസുഖങ്ങൾക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇത് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ ഓരോ ഓരോരുത്തരും ഓരോ ഡോക്ടേഴ്സും അവരുടേതായ ഒരു രീതിയിലാണോ ചികിത്സിക്കുന്നത്? അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കതിന് കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഓരോ രോഗത്തിനെ എങ്ങനെ ചികിത്സിക്കാം, ഏത് രീതി വരെ ചികിത്സിക്കാം, എപ്പോഴാണ് മരുന്ന് മാറ്റേണ്ടത്, അതിനൊക്കെ ശാസ്ത്രീയമായി പഠിച്ച് ഗൈഡ് ലൈനുകളുണ്ട്. ആ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് തന്നെ പോകാൻ പറ്റും. അത് ഈ ലക്ഷണങ്ങളിലൂടെയാണോ മനസ്സിലാക്കുന്നത്? ആ ലക്ഷണങ്ങൾ, അസുഖത്തിൻ്റെ തീവ്രത, മറ്റു ഘടകങ്ങൾ, ഏത് മരുന്നിനോടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. എന്തെങ്കിലും സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. അതൊരു ഡോക്ടറുടെ ഡിസിഷനും കൂടെ അതിനകത്ത് വരാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഈ രോഗികളുടെ അവസ്ഥ പറഞ്ഞു, മെഡിസിൻസും കാര്യം, ഇവരുടെ കൂടെയുള്ള ആളുകൾ, ഇപ്പം ഭാര്യ അല്ലെങ്കിൽ അവരോട് ഇടപഴകുന്ന ആളുകൾ, അവർക്ക് എന്താണ് അവരോട് പറയാനുള്ളത്? ശരിക്കും നമ്മൾ തീർച്ചയായിട്ടും അവരോടാണ് പറയേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഒരു സാങ്കല്പിക ലോകത്ത് ജീവിക്കുന്ന ഒരാളോട് ഡയറക്റ്റ് ഒരു കൗൺസിലിങ്ങിന് വലിയ പ്രസക്തിയില്ല. കാരണം അവർ വേറൊരു റിയാലിറ്റിയുടെ ലോകത്തെ അല്ല സംസാരിക്കുന്നത്. യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്ത് നിൽക്കുന്ന ഇവരുടെ ഭാര്യയും ഇവരോട് ഇടപെടുന്ന മറ്റാൾക്കാരുമാണ്. അപ്പോൾ അവരാണ് ഇതൊരു പ്രോബ്ലം ആണെന്ന് തിരിച്ചറിയുക. അങ്ങനെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നമ്മുടെയൊക്കെ ഒരു ടെൻഡൻസി എന്താണെന്ന് ചോദിച്ചാൽ മൂടി വെക്കുക, ആരും അറിയണ്ട, മറ്റാരും അറിയണ്ടെന്ന്. അപ്പോൾ മതി, ഒരു നിവൃത്തിയില്ലെങ്കിൽ റൂമിൽ പൂട്ടിയിട്ട് അവിടേക്ക് ഭക്ഷണം കൊടുക്കുക. ആ ഒരു രീതിയൊക്കെ മാറിയിട്ട് ഇതിന് ചികിത്സയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. അതുപോലെ തന്നെ ഇതൊന്നും ഇങ്ങനെ മറച്ചു പിടിക്കേണ്ട അസുഖങ്ങളൊന്നും അല്ല മാനസിക രോഗങ്ങൾ. മറ്റേത് രോഗം പോലെ തന്നെ ധൈര്യമായിട്ട് ചികിത്സിക്കാം. ഇപ്പോൾ ശാസ്ത്രമൊക്കെ ഒരുപാട് വികസിച്ച സമയമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ട് എങ്കിൽ രോഗികളുടെ ബന്ധുക്കളാണ് ഇത് ആദ്യം തിരിച്ചറിയുകയും അവരെ ചികിത്സയിലേക്ക് പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ആദ്യം അവരുടെ ഭാഗത്തുനിന്ന് റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാവുമെങ്കിലും നല്ലൊരു ഡോക്ടറിൻ്റെ സഹായത്തോടെ അവരെ മരുന്നുകളിലേക്ക് അടുപ്പിക്കാനും അവർക്ക് കൃത്യമായി മരുന്നുകൾ കൊടുത്ത് ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ നമ്മുടെ കൂടെ തന്നെ നിൽക്കും. കാരണം ചികിത്സിച്ച് ഗുണമുണ്ടെന്നൊരു തോന്നൽ വരണം, വിശ്വാസം വരണം. അവർ പറയുന്നത് നമ്മൾ അംഗീകരിക്കുകയാണോ വേണ്ടത്, അതോ അല്ല എന്ന് ആ യാഥാർത്ഥ്യത്തെ തിരിച്ച് എന്താ പറയുക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? ഇത് ഡെലൂഷൻ, ഹലൂസിനേഷൻ എന്നൊക്കെ പറയുന്നത് അവർക്ക് ഈ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള തിരിച്ചറിവ്, ബൗണ്ടറി ഇല്ലാണ്ട് പോകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പറഞ്ഞാലും ഡെലൂഷൻ എന്ന അവസ്ഥയ്ക്ക് അതൊന്നും ഫലപ്രദമല്ല. അതെ, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ അവരെ അവോയ്ഡ് ചെയ്യാതെ ചേർത്ത് നിർത്തുക, യോജിച്ചു പോകാവുന്ന എല്ലായിടത്തും യോജിച്ചു പോവുക, മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കേണ്ട മരുന്നിലേക്ക് അവരെ അടുപ്പിക്കാനുള്ള എന്തൊക്കെ നയങ്ങൾ സ്വീകരിക്കാമോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. താങ്ക് യു ഡോക്ടർ. ഇതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, വളരെ നന്ദി. അപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിൽ നമ്മൾ ഒരുപാട് പേര് അറിയുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒളിഞ്ഞും മറഞ്ഞായിട്ട് പല വിഷയങ്ങളുണ്ട്. അത് നിങ്ങൾക്കൊക്കെ മാത്രമേ അതിൽ കൂടുതൽ അറിയാവുന്നുള്ളൂ, ബാക്കിയുള്ള ആളുകൾക്കൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ മനസ്സൊരു മലർവാടിയിലൂടെ ഇന്ന് ഇങ്ങനെയുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടാനും ഡോക്ടർ ഇവിടെ വരുവാനും ഒരുപാട് അറിവുകൾ പകർന്നു തരാനും സാധിച്ചതിന് നന്ദി. ഡോക്ടർക്ക് ഒരു മെമ്മൻറ്റോ നൽകാം, അതിനുവേണ്ടി നമുക്ക് അച്ഛനെ വിളിക്കാം. ഗുഡ് ന്യൂസ് ടിവിയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ റവറൻഡ് ഡോക്ടർ പോൾ പുതുവ അച്ഛനെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം അച്ഛാ. അച്ഛാ, നമ്മുടെ വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സംസാരിച്ചത് ജോർജ് അച്ഛനും സംസാരിച്ചിരുന്നു. അച്ഛൻ നമുക്കൊരു റെലവൻ്റ് ആയിട്ടുള്ള വിഷയം പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടാവുന്ന ഒരു വിഷയം തന്നെയാണ് നമ്മളെടുത്തത്. ഒരു മാനസിക രോഗത്തെപ്പറ്റി തന്നെയാണ് പറഞ്ഞത്. എനിക്കൊന്ന് ഇവിടെ ആ സ്കിറ്റ് കാണിച്ചു കഴിഞ്ഞപ്പോൾ മാനസിക രോഗം വിവാഹത്തിന് ശേഷമാണ് അയാൾക്ക് ഉണ്ടാകുന്നത് അല്ലേ, പെട്ടെന്നുള്ളൊരു ആഘാതത്തിൽ. അതിനു മുമ്പ് അറിയില്ലായിരുന്നു. ഡോക്ടർ ഇവിടെ പറഞ്ഞു ഒരു പക്ഷേ അത് ഒരു ഡോർമെൻ്റ് സ്റ്റേജിലുണ്ടായിരുന്നിരിക്കാം അല്ലേ. അത് ഒരു അപകടം വന്നു കഴിഞ്ഞപ്പോഴേക്കും പോപ്പപ്പ് ചെയ്തു, അത് എക്സ്പ്ലിസിറ്റ് ആയി, അങ്ങനെയാണ് വന്നത്. ആ രീതിയിലാണ് അവതരിപ്പിച്ചത്. നമ്മുടെ ഇടയിലൊക്കെ കണ്ടേക്കാവുന്ന ഒരു ബുദ്ധിമുട്ടാണിത്. എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ജോർജ് മണ്ഡലച്ചനും ഡോക്ടർ അനുവും പറഞ്ഞു കഴിഞ്ഞു. ഒരു സാമൂഹിക വശം കൂടി അതിൻ്റെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാരണവശാലും അങ്ങനെയുള്ള രോഗികളെ നമ്മൾ തള്ളിക്കളയുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യരുത് എന്നുള്ളതാണ്. ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു. ആ ഫാമിലിയുടെ അടുത്ത് അങ്ങനെ അവരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ അവർ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ സ്ത്രീ
അവരുടെ 2 മക്കളാണ് അവിടെ യാത്ര ചെയ്യുന്നത്. അവരുടെ ഭർത്താവ് ഒരു മാനസിക കേന്ദ്രത്തിലാണ്, ട്രീറ്റ്മെൻറ്റിൽ കഴിയാണ്. അവരെന്നോട് പറഞ്ഞത്, അച്ഛാ അയാളെ കൊണ്ടുവരണമെന്നുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആ സാമ്പത്തിക അവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പറ്റുന്നില്ല. ആ കുട്ടികൾ വളർന്നു വരുമ്പോൾ, പെൺകുട്ടികളാണ്, വളർന്നു വരുമ്പോൾ അവരുടെ വിവാഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുകൊണ്ട് മാനസിക കേന്ദ്രത്തിലാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവർ പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുന്നു. പക്ഷേ എന്തുമാത്രം കേസുകളുണ്ട്. നമ്മൾ തള്ളിക്കളയുന്ന കേസുകൾ, മാറ്റി നിർത്തുന്ന കേസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു മാനസിക രോഗമുണ്ട്, അസ്വസ്ഥതയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ തള്ളിക്കളയരുത്. പലപ്പോഴും സമൂഹത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥത കാണിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കളിയാക്കുന്നൊരു രീതിയൊക്കെ ഉണ്ട്, കുറ്റപ്പെടുത്തുന്ന രീതി. ഇപ്പോൾ ഒരാൾ മാനസിക രോഗിയായിട്ട് നടക്കുമ്പോൾ അയാളെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിക്കളയുക, ഓടിച്ചു കളയുക, അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു കാരണവശാലും അങ്ങനെ ഒന്നും ഉണ്ടാകരുത്. കഴിയുന്നതും നമ്മൾ അവരെയൊക്കെ ചേർത്ത് നിർത്താനായിട്ട്, എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും കുടുംബം, അവരുടെ ഏറ്റവും അടുത്ത കുടുംബമാണ് അതിനൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ചേർത്ത് നിർത്താനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ബൈബിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പിശാച് ബാധിച്ച മനുഷ്യരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കൽ യേശു പോകുമ്പോൾ ഒരു മാനസിക രോഗം അല്ലെങ്കിൽ ഒരു പിശാച് ബാധിച്ച ഒരു മനുഷ്യൻ സിമിത്തേരിയിൽ കിടക്കുന്നു. അവൻ സ്വയം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ചങ്ങലകൾക്ക് കിട്ടിയിട്ടുണ്ട്, അതെല്ലാം അവൻ പൊട്ടിച്ചു കളയും, വസ്ത്രം ധരിക്കാറില്ല. അങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനെ യേശു സുഖപ്പെടുത്തുന്നത്, കരുണയോടെ അടുത്ത് ചെന്ന് സുഖപ്പെടുത്തുന്നത്. അപ്പോൾ യേശുവിൻ്റെ മനസ്സിലെന്താണ്? അങ്ങനെയുള്ളവരും ഈ സമൂഹത്തിലേക്ക് തിരിച്ചു വരണം, ഈ മുഖ്യധാരയിലേക്ക് തിരിച്ചു വരണം എന്ന ആഗ്രഹത്തോടു കൂടി സുഖപ്പെടുത്തുകയാണ്, യേശു സുഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു സൗഖ്യദായകമായ ഒരു അപ്രോച്ചാണ് നമ്മളിൽ നിന്ന് വേണ്ടത്. അവരെയൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു അപ്രോച്ചാണ് നമ്മൾ എടുക്കേണ്ടത്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളാണ് അതിന് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ സമൂഹവും പറ്റുന്ന രീതിയിൽ നമ്മളൊക്കെ അതിൽ പങ്കുചേരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആരും ഒഴിവാക്കപ്പെടേണ്ടവരല്ല, തള്ളിക്കളയപ്പെടേണ്ടവരല്ല, എല്ലാവരും ചേർത്ത് നിർത്തപ്പെടേണ്ടവരാണ് എന്നുള്ളൊരു ചിന്തയിലേക്കാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി കേട്ടപ്പോൾ തോന്നിയൊരു കാര്യം. താങ്ക് യു അച്ഛാ. അപ്പോൾ നമുക്ക് അനുമാനത്തിന് ഒരു മൊമെന്റ് നൽകാം. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും ഗംഭീരമായി തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണും. കാരണം അവരുടെ ഇടയിൽ മറിഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് ഇന്നിവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പറഞ്ഞത്. നമ്മുടെ ഇടയിൽ നമുക്ക് ആത്മീയമായിട്ടും ശാസ്ത്രീയമായിട്ടും ഒക്കെ അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സൊരു മലർവാടി നിങ്ങളുടെ നിങ്ങൾക്ക് അറിവില്ലായ്മകൾക്ക്, നമ്മുടെ ഇടയിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം നികത്താൻ സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്തയാഴ്ച വീണ്ടും നല്ല എപ്പിസോഡുകളുമായി നമുക്ക് കാണാം. അതുവരെ ബൈ. കൂടുതൽ വിവരങ്ങൾക്ക് ദ പ്രൊഡ്യൂസർ, ഗുഡ്നസ് TV, മനസ്സൊരു മലർവാടി, ഡി സർവീസ് പാർക്ക് ഓപ്പോസിറ്റ് പൈസ് 10 ചർച്ച്, SRM റോഡ്, പച്ചാളം, കൊച്ചിൻ 682012. ഇമെയിൽ മനസ്സൊരു മലർവാടി @gmail.com. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ എന്റെ ബൈജുണ്ടെല്ലാം കൊടുത്ത് എന്റെ എന്ത് വർത്താനായി പറയണേ? നിങ്ങൾ രണ്ടുപേരും കൊള്ളാലോ, ഒരു ഓർമ്മയില്ലാത്ത ആൾക്കാര്. തന്നിട്ടില്ല കേട്ടോ ചേട്ടൻ, ശരിക്കും ഓർത്തു നോക്ക്, എന്റെ കയ്യിലല്ല തന്നത്. അതല്ലേ ഞാൻ പറഞ്ഞു വരട്ടെ. ഏത് കോളേജിലാണ് പഠിക്കുന്നത് അത് വല്ല ഓർമ്മയുണ്ടോ? ഒന്നുമില്ല. കോളേജിൻ്റെ പേര് ഓർമ്മയില്ല. ഇപ്പം മര്യാദ വിളിക്കുമ്പോൾ സ്വന്തം പേരായിട്ട് തോന്നിയായിരുന്നു? ഇല്ല. പേര് പേരാവുള്ളൂ. എലിസബത്ത് ആണോ? പിന്നെ കാറിലുള്ള ബാക്കി എല്ലാവരും മരിച്ചു. അച്ഛൻ, അമ്മ ഉൾപ്പെടെ എല്ലാവരും മരിച്ചു. കുട്ടി മാത്രം ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടിക്ക് പിന്നീട് പഴയ പോലെ ആകാൻ അവസ്ഥയിലേക്ക് ആവാൻ പറ്റുന്നില്ല. മൈൻഡിലായി പോയി. അതിന് അതായത് അഡ്മിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ കുറെ കഴിയുന്ന സമയത്ത് അവര് ആള് മരിച്ചെന്ന് സ്വമേധയാ മനസ്സിലാക്കും, അത് ആക്സെപ്റ്റ് ചെയ്യും, പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ചില ആൾക്കാരിൽ അത് കോംപ്ലിക്കേറ്റഡ് ഗ്രീഫായിട്ട് മാറാം. അതായത് അവർക്ക് അത് ഒരിക്കലും ബൈക്കിൽ അവർ യാത്ര ചെയ്യായിരുന്നു.
അത് ആക്സിഡൻറ്റിൽ പെട്ടു, അതിലൊരാൾ മരിച്ചു. അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ആക്സിഡൻറ്റിൽ പെട്ടത് എന്ന് സർവൈവ് ചെയ്ത അച്ഛനോട് ചോദിക്കുമ്പോൾ അറിയില്ല. അത് വന്നതും അവരായിരുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങിയതും യാത്ര ചെയ്തതും ഒക്കെ ഓർമ്മയുണ്ട്. ആ പോയിന്റ്, ആ ആക്സിഡൻറ്റ് പോയിന്റിൽ എത്തുന്നത് വരെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ആക്സിഡൻറ്റ് ഓർമ്മയില്ല. വിണ്ണിൻ ശലഭങ്ങൾ സ്നേഹാർദ്രമായി വന്നെത്തുമോ, ആത്മാവിലും പുണ്യം നൽകി മനസ്സെന്നും മലർവാടിയാകാനായി. ദീം